എനിക്ക് ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിയിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങ് ജീവിതത്തെ പുനരുദ്ധരിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോഴേ കേട്ടോണ്ടിരിക്കുമ്പോഴേ എന്റെ ഹൃദയത്തെ വിശ്വാസത്താൽ ദൈവ സ്നേഹത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തി എന്നിൽ നിറയട്ടെ. രോഗങ്ങൾ, വേദികൾ, ജീവിത ദുരിതങ്ങളെ യേശുനാമത്തിൽ പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ എൻ്റെ മക്കളെ, അതായത് കർത്താവിൻ്റെ വചനം ഒത്തിരിയേറെ ഈ ജീവിതത്തിൻ്റെ മഹാമാരകമായ പ്രശ്നങ്ങളെ ഈസിയായിട്ട് പരിഹരിക്കുന്ന കുറേ ദൈവാനുഭവങ്ങളെ നമ്മളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ കർത്താവിൻ്റെ വചനം പറയും, നീ രോഗിയാണോ? നീ കടം കയറി മുടികയാണോ? നിനക്ക് ഉറക്കമില്ലേ? നിനക്ക് പ്രഷർ കൂടുതലാണോ? ബന്ധുക്കൾ നിന്നെ ഒറ്റപ്പെടുത്തിയോ? നിനക്ക് വീടില്ലേ? അതിൻ്റെ മാനക്കേട് നീ അനുഭവിക്കുന്നുണ്ട്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്നാണ് പറയണത്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ നീ ഉടമ്പടി ചെയ്ത നിൻ്റെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. വാഗ്ദാന പേടകമായി അവൻ കൃപയുടെ സിംഹാസനമായി നീ ഒന്ന് ചെരിഞ്ഞാൽ മതി. എന്താ പറയണത്? അത് ഹെബ്രായ ലേഖനമാണ് 4:16. ഹെബ്രായ 4:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ക്രിസ്തുവിനെ സമീപിക്കാമെന്നാണ് പറയണത്. ഹെബ്രായ ലേഖനം എന്താ പറയണത്? നമുക്ക് ക്രിസ്തുവിൻ്റെ നമുക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ ഒരു സംലഭ്യത എന്ന് പറയുന്നത് നൗ ആൻഡ് ദെൻ അല്ല, അപ്പോഴും ഇപ്പോഴും അല്ല, അതായത് വേണ്ട സമയത്താണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തു അനുഭവം. ഒന്ന് വായിച്ച് ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ കൃപാവരമെല്ലാം ഇപ്പം സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ ആയിരിക്കണത്? അയാളാണ് കൃപാവരത്തിൻ്റെ സിംഹാസനം. സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ എന്ന് പറയണത്? ലോകത്തിലുള്ള മുഴുവൻ ദൈവം നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങൾക്കും സാക്ഷാത്കരിക്കണത്
വൺ ആൻഡ് സെയിം ആൻഡ് സിംഗിൾ പേഴ്സൺ യേശു ക്രിസ്തു കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. കൃപ മതി എനിക്ക് നാഥാ, നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. സകല വാഗ്ദാനങ്ങൾ ബലവാൻ 2 കൊരിന്തോസ് 1:20. 2 കൊരിന്തോസ് 1:20. ദൈവത്തിന്റെ സകല ഏത് വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവ മഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? ദൈവമഹത്വമാണ്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുകയാണ്. കാര്യം ഒരു വിശ്വാസിക്ക് ആമേൻ പറയാൻ പറ്റത്തുള്ളൂ, ഒരു പ്രത്യാശിക്ക് തന്നെ ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. സർവ്വോപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ക്രിസ്തു വഴി ആമേൻ പറയത്തുള്ളൂ. അപ്പോഴെന്താണ്? എല്ലാ വാഗ്ദാനങ്ങളും അവൻ വഴി നിങ്ങൾക്ക് അതേ തന്നെയാണ്. കൈയടിച്ചു കൊടുത്ത പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവരിലും ദൈവിക പുണ്യങ്ങൾ സമൃദ്ധമായി ആമേൻ. ദൈവപുത്ര ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ ആമേൻ, ആമേൻ. യേശുനാഥ ആമേൻ, ആമേൻ. ദൈവപുത്ര ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അഭിഷേകത്തിന് ഈ നിമിഷങ്ങളിലെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ഏറ്റു പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന മാരക രോഗങ്ങൾ കർത്താവേ, നിന്റെ നാമം വിട്ടുമാരുടെ പ്രാർത്ഥിക്കുന്ന തകർന്നുപോയ മനസ്സുകളെ, ഇടിഞ്ഞുപോയ മനസ്സുകളെ, മക്കളെക്കുറിച്ച് കർത്താവ് ഇപ്പോഴും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, OIT IELTS പരീക്ഷകളും മത്സര പരീക്ഷകളും മറ്റു തരത്തിലുള്ള ഇൻ്റർവ്യൂകളും എല്ലാം എഴുതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, അവരുടെ റിസൾട്ടുകൾ കർത്താവെ നീ ഏറ്റെടുക്കണമേ. അവിടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ മക്കൾക്കും അഭിഷേകം ചെയ്യട്ടെ കർത്താവ്. പ്രത്യേകിച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന മക്കളെ, ഉടമ്പടി ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് എക്സാം ഹോളിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിനെ കണ്ണ ചൊരിയുന്നതിന് വേണ്ടി അവരാഗ്രഹിക്കുന്ന ജീവിത മാർഗങ്ങളിലേക്ക് കർത്താവിനെ നയിച്ചുകൊണ്ട് പോകാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിക്കുന്നതിനുമായി ദൈവത്തിൻ്റെ കണ്ണ ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യേശുനാഥ ആമേൻ, ആമേൻ. ദൈവപുത്ര ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ ആമേൻ, ആമേൻ. യേശുനാഥ ആമേൻ, ആമേൻ. ദൈവപുത്ര ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ ആമേൻ, ആമേൻ. യേശുനാഥ ആമേൻ, ആമേൻ. ദൈവപുത്ര ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ നിത്യപിതാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് തക്ക സമയത്ത് കൃപാവരത്തിൻ്റെ സിംഹാസനമായ സകല വാഗ്ദാനങ്ങളും അതേ തന്നെ യേശുക്രിസ്തുവിലേക്ക് നമ്മളെ സമീപിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ മധ്യസ്ഥയാണ് ആരാണ്? അമ്മയാണ്.
അതാണ് ഈ ഉടമ്പടി ഇത്രയും വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ. കാര്യം സത്യമാണ്. ഞാൻ ഇപ്പോൾ ഈശോയുടെ കൂടെ നിൽക്കുകയല്ലേ, അതായത് എന്നെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ചിന്തിച്ചതും ആലോചിച്ചതും പ്രതീക്ഷിച്ചതും പ്രത്യാശൻ്റെ അപ്പുറത്ത് ദൈവം എന്തോ ഒരു നാശക്കുഴിയിൽ നിന്നാണ് മനുഷ്യന്മാരെ ഉടമ്പടിയുടെ ഒറ്റ ഉറപ്പിൽ പൊക്കിക്കൊണ്ട് വരണത്. എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉടമ്പടി കുറച്ച് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കണം. നിങ്ങളത് ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഉഴപ്പിയോ അല്ലെങ്കിൽ തീഷ്ണതയില്ലാതെയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തോ അങ്ങനെയൊന്നും ദൈവത്തെ പ്രകോപിപ്പിക്കരുത്. മറിച്ച് നല്ല വിശ്വാസത്തോടെ നല്ല ദൈവസ്നേഹത്തോടെ നമ്മുടെ മുമ്പിൽ എന്താ നിങ്ങൾ ഓർക്കണേ, 2015 തന്ന ഉടമ്പടി 2016 എനിക്ക് ആ 15-16 ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച് അത്രയ്ക്ക് അറിവില്ലായിരുന്നോ. കാര്യം എൻ്റെ കയ്യിൽ സാക്ഷ്യങ്ങളില്ലായിരുന്നോ. ഇന്ന് നമുക്ക് 10,000 സാക്ഷ്യങ്ങളല്ലേ, എല്ലാ മണ്ഡലങ്ങളെ ഉള്ള ആൾക്കാരുടെ സാക്ഷ്യങ്ങളല്ലേ, ഇന്ന വിഷയമല്ലല്ലോ. ഓൾമോസ്റ്റ് ഓൾ തിങ്സ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലുമുള്ള ദൈവിക നടപടികളാണ് ഉടമ്പടിയിലൂടെ വരണതും. അത് അപ്രതിരോധ്യമാകാൻ കാരണം അമ്മ അതിൻ്റെ അകത്ത് ഒരു കക്ഷി ആയതുകൊണ്ടാണ്, മാധ്യസ്ഥത്തിന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കാനായിലെ കല്യാണം നമ്മളത് അതാണല്ലോ അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത്. അപ്പോൾ ആ കാനായിലെ കല്യാണത്തിലെ 2-ാം അധ്യായം, യോഹന്നാൻ്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യമില്ലേ, എന്താണ്? കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു. പിന്നെന്താ പറഞ്ഞത്? യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവും ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നോ? അമ്മ അവിടെ ഉണ്ടായിരുന്നു, അതാണ് വിഷയം. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അത് നേരത്തെ പോയെന്നല്ല എൻ്റെ അർത്ഥം. യേശുവിനേക്കാൾ ആ വചനം എങ്ങനെയാണ് പോണത്? കാനായി എന്ന് പറഞ്ഞ കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. സംഭവം ഇതാണ്. അപ്പോൾ യേശുവിനേക്കാളും ശിഷ്യന്മാരെക്കാളും നേരത്തെ അമ്മ അവിടെ പ്രസൻ്റാണ്. എൻ്റെ ദൈവവേദലേ, ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന് പറഞ്ഞ പോലെ നിൻ്റെ ജീവിതം അമ്മയുടെ ഒരു വേ ഓഫ് ആക്ടിങ് ഭയങ്കര ഇൻറ്റിമസിയാണ്. എന്നുവെച്ചാൽ നിനക്കൊരു തകർച്ച വരുന്ന കുടുംബമായാലും ശരി, അല്ലെങ്കിൽ നിനക്ക് തകർച്ച ഉണ്ടാകാൻ പോണെങ്കിൽ ശരി, അമ്മ അവിടെ ആദ്യമേ പ്രസൻ്റ് ആയിരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് വല്ലാണ്ട് നമ്മൾ തിരിച്ചറിയണം. കാരണം സുവിശേഷത്തിൻ്റെ ഘടനയാണത്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം യേശുവിനെയും അമ്മയെയും അവിടെ ക്ഷണിക്കരുത്? നമ്മൾ ഒരുമിച്ച് ക്ഷണിച്ച വേറെ ഒരു സ്ഥലമില്ലല്ലോ, ബൈബിളില്ലല്ലോ. അമ്മയെയും യേശുവിനെയും ഒരുമിച്ച് ക്ഷണിച്ച ഒരു സ്ഥലം ബൈബിളിലില്ലോ, ഇവിടെ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും? മേ ബി ചിലപ്പോൾ റിലേറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ആ കനായിലെ കല്യാണം നടത്തുന്ന കക്ഷി ഇവിടെ റിലേറ്റീവ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ റിലേറ്റീവ് ആകുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്തുകൊണ്ട് ഒരു കാര്യം നമ്മൾ സിമ്പിളായിട്ടൊക്കെ മനസ്സിലാക്കാം. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു? ഒരു മാനുഷികമായ ഉത്തരം പറഞ്ഞാൽ മതി. റിലേറ്റീവ് ആയതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അകത്ത്, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കേവലമായിട്ട് അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്? അമ്മയുടെ റിലേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ക്ലിയർ അല്ലേ? അത് ലോജിക്ക് അങ്ങനെയല്ലേ വർക്ക് ചെയ്യണത്. ഇനി റിലേഷൻ എന്ന് പറയുമ്പോൾ ഈശോ അമ്മയെ നിർത്തിക്കൊണ്ട് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നൊരു വചനം ബൈബിളുണ്ട്, ഇല്ലേ? അമ്മയെ നിർത്തിക്കൊണ്ട് ഹു ഈസ് മൈ മദർ, ഹു ഈസ് മൈ ബ്രദേഴ്സ് എന്ന് ചോദിക്കുന്ന സമയമുണ്ട്. എനിക്ക് തോന്നുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. മത്തായിയുടെ സുവിശേഷം 12:48, 49, 50.
Take the word of God. യേശു അവനോട് പറഞ്ഞു, യേശു അവരോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഇത് 50 12:50 എന്താണ്? ആരാണ് എൻ്റെ സഹോദരങ്ങൾ, ആരാണ് എൻ്റെ റിലേറ്റീവ്സ്? എന്താ ഈശോ പറയുന്നത്? ഈശോയുടെ പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ഏറ്റവും പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. അതാരാണ് ശരിക്കും പറഞ്ഞാൽ? അവൻ പറയണ പോലെ ചെയ്യുന്നവരല്ലേ? ക്ലിയർ അല്ലേ? അവൻ പറയണ പോലെ സ്വർഗസ്ഥന. 12:50 എന്താ പറയണത്? മത്തായിയുടെ സുവിശേഷം. ആരാണ് എൻ്റെ സഹോദരന്മാർ? ആരാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പറഞ്ഞേ? ഇഷ്ടം നിറവേറ്റുന്നവരെ ആരോ അവരാണ് എൻ്റെ സഹോദരങ്ങൾ. യേശുവിൻ്റെ റിലേറ്റീവ്സ് ആരാണ്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് എന്ന് വെച്ചാൽ ആരാണത്? അവൻ പറയണ പോലെ ചെയ്യുന്നവർ. അവൻ പറയണ പോലെ ചെയ്യുന്നവരാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെങ്കിൽ അതല്ലേ ഉടമ്പടി എടുത്ത ആൾക്കാർ. ഉടമ്പടി നിങ്ങളെ ദൈവത്തിൻ്റെ റിലേറ്റീവ്സായി മാറ്റും. ഉടമ്പടി ദൈവത്തിൻ്റെ ബന്ധുക്കളായി നിങ്ങളെ മാറ്റും. കൈയടിച്ച് കർത്താവിനെ സ്വന്തം പദവിയിലേക്ക്, സ്വന്തം ജനമെന്ന പദവിയിലേക്ക് നന്ദി പറയുന്നു. അമ്മ ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ. അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതു ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതു ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന പാലിക്കാൻ യേശുവേ നന്ദി, യേശുവേ മഹത്വം ഈ ആരാധനയുടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന 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 ക്രിസ്തുവാണ്. എപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യാതെ നിങ്ങൾ ഉടമ്പടിയുടെ സാക്ഷ്യം പോലും പറയരുത്. ഞാനൊരു ചേടത്തിനെ ഇവിടുന്ന് ഓടിച്ചിട്ടായിരുന്നു. ഇന്നത്തെ കാര്യം പരിസാറ് പറഞ്ഞു, അവരെ പറഞ്ഞുവിടാൻ പറഞ്ഞു. പരിസാറാണ് പറഞ്ഞത് സാക്ഷ്യം പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു അവരെ പറഞ്ഞുവിടാൻ പറഞ്ഞു. എന്താ കാര്യം? അവർ പറഞ്ഞത് മകന് ജോലി കിട്ടി, മകളെ കല്യാണം കഴിപ്പിച്ചു, ഇങ്ങനെ വസ്തു വിറ്റു, ഇങ്ങനെ പട്ടിക പറഞ്ഞിട്ട് അവർ പറഞ്ഞു നമ്മൾ ഇതെല്ലാം ഉടമ്പടി, ഇതെല്ലാം ഉടമ്പടി. ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി. നമ്മൾ ആദ്യം പറയേണ്ടത്, നിങ്ങൾ സാക്ഷ്യം പറയേണ്ടവർ ആദ്യം സ്റ്റേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് യുവർ റിലേഷൻ. നിങ്ങളുടെ റിലേഷൻ്റെ സ്റ്റാറ്റസ് പറയണം. ഈ സാക്ഷ്യത്തിലേക്ക് നയിച്ച നിങ്ങളുടെ റിലേഷൻ്റെ ദൈവവുമായി, ഇത് റിലേഷനാണല്ലോ. അവൻ പറയണ പോലെ ചെയ്യണത് റിലേഷൻ ആവുമല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ എഫേസ്യസ് 2:19 എടുത്തേക്ക് വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. എഫേസ്യസ് 2:19. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഒന്നിനു വായിച്ചേ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഒരേ ഭവനത്തിലെ അംഗങ്ങളാണ്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്.
നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. സ്നേഹത്തിൻ്റെ സാക്ഷികളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവൻ പറയുന്ന പോലെ ചെയ്യണത്. അവൻ പറഞ്ഞ പോലെ ചെയ്യണ കൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കണത്, ദൈവത്തിൻ്റെ ബന്ധുക്കളായിരിക്കണത്. അതിൻ്റെ പേരിലാണ് നമ്മൾ ആശുപത്രി സന്ദർശിക്കാൻ പോണത്, വീട്ടിലെ. അതിൻ്റെ പേരിലാണ് നമ്മൾ വഴക്ക് തീർത്ത് സമാധാനം ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സമാധാന പാലകർ അനുഗ്രഹീതരാകുന്നു, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. എവിടെയെങ്കിലും സമാധാനം ഉണ്ടാക്കിയാൽ അപ്പോഴും നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായി. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത്. എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ ഒരു നാത്തുമാർ തമ്മിൽ ഭിന്നിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾ ഉടനെ കുറുക്കനെ പോലെ രണ്ടാട് തന്നെ ഇടിച്ചിട്ട് ചോര കുടിക്കാമെന്ന് പറഞ്ഞ് പോകരുത്. ഏതെങ്കിലും ഒരു നാത്തുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഒപ്പിക്കുന്നത് അപ്പം തന്നെ നിങ്ങൾ ദുഷ്ടസന്ധതിയാണ്, ദൈവത്തിൻ്റെ സന്ധതിയല്ല. ഉടമ്പടി അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അവരെ എങ്ങനെ, നമുക്ക് നേട്ടമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ദൈവത്തിന് നേട്ടം ഉണ്ടാകും, സത്താൻ്റെ അവസരം പോകും. അതുകൊണ്ട് ഞാനവരെ എൻ്റെ നേട്ടം നോക്കിയല്ല, ഞാൻ അവരെ ഐക്യപ്പെടുത്തും, ഒന്നിപ്പിക്കും. എന്താ കാര്യം? എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? സമാധാന പാലകർ, സമാധാനത്തെ പാലിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ബന്ധുക്കളാകാനുള്ള മാർഗ്ഗമാണ്. ഉടമ്പടിയെ നിങ്ങൾ നീതീകരിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉടമ്പടി നീതീകരിക്കേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രവർത്തനങ്ങൾ നീതീകരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് ആരാധന, ആരാധന, ആത്മനാഥനേ യേശുവേ. ആരാധന, ആരാധന, സ്നേഹരാജനേ യേശുവേ. യാക്കോബ് 2:24. യാക്കോബ് 2:24. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ഏറ്റു പറയുക, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ദാറ്റ് മീൻസ് മനുഷ്യന് ഉടമ്പടി മൂലമാണ് നീതീകരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആത്മനാഥനേ യേശുവേ. ആരാധന, ആരാധന, സ്നേഹരാജനേ യേശുവേ. ഓരോ പ്രവർത്തനങ്ങളും, ദൈവസ്നേഹത്തോടെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ ഉടമ്പടിയെ ജസ്റ്റിഫൈ ചെയ്യണത്. ദാറ്റ് മീൻസ് ഉടമ്പടി നീതീകരിക്കുന്നത് രണ്ട് തരത്തിലാണ്. അതായത് ഉടമ്പടി പ്രവർത്തനങ്ങളാൽ നീതീകരിക്കുമ്പോഴാണ് ദൈവം അടയാളങ്ങളിൽ അത് സാധൂകരിക്കുന്നത്. മനസ്സിലായ? നിങ്ങളെ പ്രവർത്തനങ്ങളാൽ ഉടമ്പടിയെ നീതീകരിക്കുന്നു, ദൈവം എന്ത് ചെയ്യും? അടയാളങ്ങളാൽ അത് സ്ഥിരീകരിക്കും. അപ്പോൾ പ്രവർത്തനങ്ങളാൽ നിങ്ങളെ നീതീകരിക്കുമ്പോൾ, ഉടമ്പടിയെ നീതീകരിക്കുമ്പോൾ ദൈവം അടയാളം കൊണ്ട് അതിനെ സാധൂകരിക്കുകയോ അല്ലെങ്കിൽ അടയാളം കൊണ്ട് അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 16:20. മർക്കോസിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അടയാളമാണ് പ്രശ്നം. ഉടമ്പടിയിൽ 10,000 അടയാളം കാണാൻ കാര്യം എന്താണ്? ഉടമ്പടിയെ ദൈവം സ്ഥിരീകരിക്കണ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അടയാളം മിസ്സാക്കി കളയരുത്. അതായത് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് അടയാളം കാണുമ്പോഴാണ്. അതായത് എൻ്റെ മക്കളൊരു കാര്യം ചെയ്യണം. അതായത് സാക്ഷ്യം കേൾക്കുക മാത്രമല്ല, സാക്ഷ്യം ഷെയർ ചെയ്യണം. കാര്യം ആൾക്കാർക്കറിയാമല്ലോ, ആൾക്കാർക്ക് ഈ പ്രയാസങ്ങൾ കൂടുമ്പോഴേ ആൾക്കാർക്ക് എന്തെല്ലാം ഉണ്ടാകും? ഡൗട്ട് ഉണ്ടാകത്തില്ലേ? ഇല്ലേ? പ്രയാസങ്ങളുള്ളവർക്ക് എന്താ ഉണ്ടാകുന്നത്? ദൈവത്തിൽ അവർ സാധാരണ വിശ്വസിച്ച് പോണ ആൾക്കാരാണ്. ജന്മന അങ്ങനെ ജീവിച്ച് കരിക്കസമൊക്കെ കേട്ട് അത് കുർബാനയൊക്കെ സ്വീകരിച്ച് വിശ്വാസത്തിൽ വളർന്ന് കുദാശ ജീവിതമൊക്കെ ആയിട്ട് അങ്ങനെ പോണ ആൾക്കാരാണ്. പക്ഷെ അവർക്കൊരു കടം വരുമ്പോൾ, അല്ലെ മകൻ എന്തെങ്കിലും കഞ്ചാവിൽ പിടിച്ച് കഴിയുമ്പോൾ, അല്ലെ മകൾ ആരുടെങ്കിലും പുറകെ ലൈൻ അടിച്ച് കഴിയുമ്പോൾ അവർ ഐസി അടിച്ച് പോവും. അവരുടനെ ഡൗട്ടായി പോവും. ഞാൻ ഇത്രയും നാൾ ദൈവത്തിനല്ല വിളിച്ചത്, എന്നിട്ടിപ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, അല്ലേ? അങ്ങനെ ഉള്ളവർക്ക് അവർ സംശയം, അത് അവരുടെ മാത്രം കുഴപ്പമില്ല,
അത് ഈ ഭൂമിയിൽ മനുഷ്യന്മാരുടെ സ്വഭാവത്തിലുള്ളതാണ്. ഇപ്പോൾ യോഹന്നാൻ മാന്താന ജയിലിൽ കിടന്ന് മൂട്ട കടിച്ചപ്പോഴല്ലേ ക്രിസ്തുവിനെ വേറെ ആളെ നീ തന്നെയാണോ വേറെ ഉണ്ടാന്നൊക്കെ ചോദിച്ചത്. ഇത് ഈ മനുഷ്യൻ്റെ അവസ്ഥയാണിത്. ആരാണ്? ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആളെ. 1:29 വായിച്ചേ യോഹന്നാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോഴേ യേശു അടുത്ത് വരുമ്പോഴാണ് നമ്മൾ യേശുവെ സ്തോത്രം, യേശു ആരാധന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണത്. പക്ഷേ യേശു അകന്നു പോകുന്ന സമയങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ക്രിസ്തു എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ഒരു സ്കീമാണത്. ശരിക്കും നീ ദൈവത്തെ അനുഭവിക്കുന്നതും അനുഭവിക്കാതിരിക്കുന്നതും ക്രിസ്തു എന്ന ഒറ്റ മീഡിയത്തിലാണ്. ഇനി ക്രിസ്തു അകന്നു പോകുന്ന സമയമുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇരുട്ട് കയറണതും ഡൗട്ട് അടിക്കണതും നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് ചില ആൾക്കാർ പറഞ്ഞു, എൻ്റെ 6-ാമത്തെ ആളാണ് ഞാൻ റാങ്കിലേ, ഞാൻ അതും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പരീക്ഷയും ഞാൻ എഴുതിയില്ല. നിന്നോട് ആരും പറഞ്ഞ് പരീക്ഷ എഴുതാതിരിക്കാൻ? ദൈവം ബുദ്ധി തന്നിട്ടില്ലേ? ദൈവം ബുദ്ധി തന്നിരിക്കണം. എനിക്കിത് മതി, എനിക്കിത് കിട്ടുമെന്ന് പറഞ്ഞ് അവൾ PSCയുടെ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല. എന്താ കാര്യം? 6-ാമത്തെ റാങ്കാണ്. 5-ാമത്തെ റാങ്കിൽ വെച്ച് റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിപ്പോയി. പോരെ, അതോടുകൂടി പിന്നെ പ്രാർത്ഥനയും തീർന്ന്. ക്രിസ്തു അകന്നു പോകുന്ന അവസ്ഥകൾ ഇത് ജീവിതത്തിലുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അയ്യോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മിസ്റ്റേക്ക്. എൻ്റെ പ്രാർത്ഥനയ്ക്കല്ല മിസ്റ്റേക്ക്, നിനക്ക് തന്ന വിവേകം നീ ഉപയോഗിച്ചില്ല. വിവേകം എന്ന് വെച്ചാൽ ഫെയ്ത്ത് ആൻഡ് പ്രൂഡൻസ്. ഫെയ്ത്ത് ഒരു വെർച്യുവാണ്. ഫെയ്ത്ത് ഈസ് എ വെർച്യു. വിശ്വാസം ഒരു പുണ്യമാണ്. പക്ഷേ പ്രൂഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ക്വീൻ ഓഫ് വെർച്യു. അതായത് പ്രൂഡൻസ് എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ രാജ്ഞിയാണ്. അതിൻ്റെ അടുത്ത വിശ്വാസത്തൊക്കെ വലുതാണ് വിവേകമെന്ന് പറയണത്. അപ്പം നീ ഇപ്പോൾ റാങ്ക് 6-ാം നമ്പർ ഉണ്ടെങ്കിലും 6-ാം റാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിലും നീ എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഏതാണ് തരണം നമുക്കറിയത്തില്ല. വി ആർ ലിവിങ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്. അത്രയും കോമ്പറ്റീഷനാണ് ഉള്ളത്. അതുകൊണ്ട് ആദ്യം നിലനിൽക്കുകയാണ് പ്രശ്നം. അല്ലാതെ ആദ്യമേ കയറി കസേര ഇരിക്കുകയല്ല പ്രശ്നം. ആദ്യം ഒന്ന് നിലനിൽക്കണം നമ്മൾ. അപ്പോൾ ഞാൻ എല്ലാ മക്കളോട് ഇവിടെ പ്രാർത്ഥിക്കാൻ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പറയും, എൻ്റെ മകളെ എങ്ങനെയെങ്കിലും നീ ഭക്ഷണം കഴിക്കാനുള്ള മാർഗ്ഗം കാണിച്ചു തരും. അത് കഴിഞ്ഞ് നീ ഡോക്ടറാകെ വേറെ MDക്ക് പോവുക എന്തെങ്കിലും ചെയ്തോ. അത് ജീവിക്കാൻ നീ ഇപ്പോൾ വയസ്സ് 26 ജീവിക്കാൻ ആദ്യം ഒരു സ്റ്റെപ്പ് എടുക്കുക. അല്ല നിനക്ക് സ്റ്റാറ്റസ് അനുസരിച്ച് നിൻ്റെ കൂട്ടുകാർ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് അത് വെട്ടിപ്പുഴുങ്ങി നിനക്ക് തന്നാൽ മാത്രമേ നീ മുന്നോട്ട് പോകത്തുള്ളൂ. എന്നാൽ മാത്രമേ നിനക്ക് ദൈവമുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗൻസ്റ്റ് പ്രൂഡൻസ്. നമ്മൾ ബി പ്രാക്ടിക്കൽ. നമ്മൾ ഈ വിഷയത്തിൽ പ്രാക്ടിക്കലായിരിക്കണം. ദൈവം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദികളിൽ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സർക്കസ് 24 കൊല്ലം 50 കൊല്ലം സർക്കസ് കാണിക്കുന്ന ആൾക്കാർ കണ്ടില്ലേ? ഇപ്പോഴല്ലേ ഈ മൃഗങ്ങളുടെ നിയമം വന്നപ്പോഴല്ലേ സർക്കസൊക്കെ കുറച്ച് ഡൗൺ ആയത്. സർക്കസ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഒറ്റ സർക്കസ് കണ്ടുള്ള ആളാണ്, നിങ്ങളും കണ്ടുള്ള ആളാണ്. പക്ഷേ 20 കൊല്ലം 30 കൊല്ലമൊക്കെ സർക്കസിലുള്ള ആൾക്കാരും സർക്കസ് കാണിക്കണ വല കെട്ടിയിട്ടാണ്. ഉറപ്പല്ലേ? അല്ലേ? വല കെട്ടാതെ വലിയ സർക്കസ് കാണിക്കുക. അവർ 30 കൊല്ലം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് സർക്കസിൽ. മുകളിൽ ഇതിലുള്ള ഊഞ്ഞാലാട്ടത്തിലൊക്കെ അവർക്ക് 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷേ ഒരു സെക്കൻഡ് മതി കൈവിട്ട് പോകാൻ. പക്ഷേ അപ്പോൾ വല കെട്ടും അവർ. അതുപോലെ വല കെട്ടാതെ ജീവിച്ചൊരു കാര്യമില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ എല്ലാം പ്രാവിനെപ്പോലെ ഇങ്ങനെ നിഷ്കളങ്കം പഠിപ്പിച്ചൊക്കെ എന്ത് കാര്യമില്ലെന്നാണ് പറയണത്. നിഷ്കളങ്കതയെ ആദ്യം സർപ്പം എന്താണ്? സർപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു വേലിയുടെ അരികിൽ കൂടി ഒരു പാമ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേലിയായിട്ടൊരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ മതി. പാമ്പിനെ കാണാനില്ല. എന്താ കാര്യം? അത് ഇങ്ങനെ 2 നാക്കിട്ട് കളിപ്പിച്ച് എവിടെയെങ്കിലും അപകടം ഉണ്ടായാലും ഒളിക്കാനുള്ള സ്ഥലം നേരെ നോക്കി വെച്ചുകൊണ്ടാണ് പോണത്. അപകടം ഉണ്ടാകുമെന്നതിന് ഉറപ്പാണ്. പാമ്പിനെ സംബന്ധിച്ചത് അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇത് മനുഷ്യനാണ്. ഒരു അപകടം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അടക്കിയടിക്കും. നാണമില്ലേ? അപകടം ഉണ്ടാകും. അതുകൊണ്ട് പാമ്പിനെ പോലെ ഈശോ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:16 ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. കാപട്യം കാണിക്കണമെന്നാണ് ഈശോ പറയണത്.
അതാണ് നിഷ്കളങ്കൻ. കാപട്യം കാണിച്ചാൽ എന്താ പറ്റുമെന്ന് അറിയാമോ? കാപട്യം സർട്ടിഫിക്കറ്റ് തിരുത്തുക, ഇല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ചില ആൾക്കാർ നഴ്സുമാർ വന്നതിൻ്റെ അടുത്ത് കണ്ണീരിന് കർത്താവ് അച്ഛാ നമ്മൾ ചോദിച്ചു പ്രാർത്ഥിക്കുക, അച്ഛാ പ്രാർത്ഥിക്കണം എന്താ കാര്യം? കയ്യിരിക്കണ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേ കുമ്പനാട് യൂണിവേഴ്സിറ്റിയിൽ, അങ്ങനെ യൂണിവേഴ്സിറ്റിയിലല്ല. അതാണ് പ്രശ്നം. എക്സ്പീരിയൻസിന് പോയിട്ടില്ല, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായത്. കുമ്പനാട് യൂണിവേഴ്സിറ്റിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിരിക്കുന്നത്. ഞാൻ ചുമ്മാ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി കുമ്പനാടുകാരെന്നെ കഴുത്തെ കയറാൻ വരരുത്. ഒരു ആൾക്കാരെ, അതായത് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഈശോ കള്ളത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞ ഏറ്റവും വലിയ ഈശോ ഞങ്ങളെ പ്രലോഭനത്തിൽ, അതാണ് പ്രൊട്ടക്ഷൻ വേണമെന്നാണ് പറയണത്. ഞങ്ങളെ, അത് സീരിയസ് വിഷയമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ കേരള സ്റ്റോറി ആയാലും ലവ് ജിഹാദ് ആയാലും വേറെ എന്ത് കേസ് കെട്ടായാലും ഇതെപ്പോഴും നമ്മൾ നോക്കുമ്പോഴേ കർത്താവ് ഇതൊക്കെ വരാതിരിക്കാനുള്ള മാർഗ്ഗം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ലോകത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, പല വിഷയങ്ങളുണ്ടാകും. ചില ആൾക്കാരുടെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ചതിക്കുഴികളുണ്ടാകും. പക്ഷെ നമ്മളോട് ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ പട്ടിക പഠിക്കണ പോലെ പ്രാർത്ഥിച്ച കൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റിയത്. മര്യാദക്ക് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ മുൾക്കിടത്തെ ഓർത്ത് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രലോഭനമില്ലാതെ ജീവിക്കാൻ സാധിക്കണമേ എന്ന് വെച്ചാൽ നിങ്ങളെ പ്രലോഭനം എന്ന് പറയുമ്പോൾ നിങ്ങളുടനെ ശാരീരിക പ്രലോഭനമൊന്നുമല്ല. പണമുണ്ടാക്കാനുള്ള പ്രലോഭനം, സ്ഥാനമുണ്ടാക്കാനുള്ള പ്രതിപക്ഷം, സ്ഥാനം നേടാനുള്ള പ്രതിഫലം, മറ്റുള്ളവരുടെ വസ്തുക്കളും ചേട്ടാനുജന്മാരുടെ വസ്തുക്കൾ അടിച്ചു മാറ്റാനുള്ള പ്രതിഫലം, പെങ്ങന്മാർക്ക് കൊടുക്കാതിരിക്കാനുള്ള പ്രലോഭനം, കല്യാണത്തിന് തന്നെ ഇല്ലാത്ത അധികാരം. ഇപ്പോൾ ചില ആൾക്കാർ യൂറോപ്പിൽ അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കും. അവസാനം പുതുക്കം പോയി പെണ്ണ് പ്രഗ്നൻ്റായി കഴിയുമ്പോൾ ജോലിയുമില്ല, വീടുമില്ല, കൂലിയുമില്ല. കള്ളത്തരങ്ങൾ, ഇങ്ങനെ കള്ളത്തരം കാണിക്കാതിരിക്കാനുള്ള ഇത് പ്രലോഭനമാണ് ശരിക്കും പറഞ്ഞാൽ. ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പെണ്ണിനെ വരച്ച് കിട്ടി. ഇപ്പോൾ അവൾ ഡൈവേഴ്സിന് നടക്കുക. ഈ ഡൈവേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതിന് പിന്നിലെല്ലാം ഈ മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ മനുഷ്യൻ്റെ പ്രലോഭനങ്ങളുണ്ട്. അങ്ങനെ ഒരു ആൾക്ക് വിശ്വാസിയായി ജീവിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉടായ്പൊന്നും ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായാൽ മതി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിലെ അങ്ങയുടെ കൃപയാൽ തെറ്റുകൂടാതെ ജീവിക്കുവാൻ നിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനും നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ വളരെ സുശക്തമായ ഒരു ഫോർമുല ദൈവനാമത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ബന്ധുക്കളായി നമുക്കറിയാം. അതായത് എപ്പോഴും സ്റ്റാറ്റസ് പറയണം. ഇപ്പം ഞങ്ങളൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ മെത്രാച്ചന്മാർ 5 കൊല്ലം കൂടുമ്പോൾ പള്ളി വരുന്നില്ലേ അല്ലേ? പാസ്റ്റ് വിസിറ്റ് മെത്രാച്ചന്മാർ 5 കൊല്ലം കൂടുമ്പോൾ പള്ളികൾ വരും, ഒപ്പുരിഷമ കൊടുക്കും. നിങ്ങൾക്ക് ഒപ്പുരിഷമ കൊടുക്കുന്ന കാര്യമല്ലേ അറിയാൻ പാടുള്ളൂ. മെത്രാച്ചന്മാർ 5 കൊല്ലം കഴിയുമ്പോൾ ഒന്ന് ഒപ്പുരിഷമ തരുമെന്നല്ലേ അറിയാം. ഞങ്ങൾ എന്തെല്ലാം പാടുപെടണമെന്നറിയാമോ? കണക്കെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണം, ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് വെക്കണം, ഒപ്പുരിഷമ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് വെക്കണം. പുറത്തുനിന്ന് വന്ന ജ്ഞാനസ്ഥാനങ്ങൾ എത്ര, ഇവിടുന്ന് പോയ ജ്ഞാനസ്ഥാനങ്ങൾ എത്ര ഒരു കത്ത് കൊടുത്തു, എന്താ 21 കത്തുകൾ, ഇങ്ങനെ 10,000 ഫയലാണ്. ഈ ഫയലും പിന്നെ അതിൻ്റെ ഓഡിറ്റിങ്ങും, ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും, എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങും, രൂപത ഓഡിറ്റിങ്ങും, ഗവൺമെൻറ് ഓഡിറ്റിങ്ങും, ഇതിലെല്ലാത്തിൻ്റെ അപ്ഡേഷൻ വെച്ചിട്ട് ഇതെല്ലാം വികാരി ജനറൽ വന്ന് ഒപ്പിട്ടണം. പിന്നെ കാസ എല്ലാം പൂശിയതാണെന്ന് നോക്കും. കാര്യം കർത്താവ് എഴുന്നള്ളി ഒരാളുടെ കാസ വീഞ്ഞെടുത്ത് അതൊക്കെ ക്ലാവ് പിടിച്ചിരിക്കും. അപ്പോൾ അതോടെ വരുമ്പോൾ അതോടെ അച്ഛൻ്റെ പട്ടത്തിനൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ അച്ഛൻ എവിടെയെങ്കിലും നിക്ഷേപത്തിൽ നിന്നുള്ള ചെമ്മിന അല്ലെങ്കിൽ സ്വർണ്ണമ വളയൊക്കെ കൊണ്ടുപോയി നിക്ഷേപത്തിൽ ആൾക്കാർ തന്നിരിക്കണം കൊണ്ടുപോയി സ്വർണ്ണക്കടയിൽ കൊടുത്തിട്ട് ഈ കാസ എല്ലാം പൂശി കൊണ്ടു നോക്കും. വികാരി ജനറൽ വന്നിട്ട് കാസ തിരിച്ചു മറിച്ച് നോക്കും.
എന്താ കാര്യം? ഇത് പൂശിയിട്ടുണ്ടാകുന്നു. എന്താ കാര്യം? പൊന്ന് പൂശിയ കാസ. എന്താ അവിടെ വരാൻ പോണത്? ആരാണ്? ഈശോയാണ്. സഭ എന്തുമാത്രം കർക്കശ്യമായിട്ടാണ് കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സാന്നിധ്യം ഇത്രയും അമൂല്യമായ നിധി സൂക്ഷിക്കണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആത്മനാ